ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സാധാരണ ചോദ്യമല്ല. എന്റെ ജീവിതകാലത്ത് ഞാൻ ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഇതിന് സത്യസന്ധമായി മറുപടി നൽകിയവരുടെ ജീവിതം എന്നേക്കുമായി മാറിമറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു. നിങ്ങളുടെ പക്കൽ 86,400 സെക്കൻഡുകളുണ്ട്. രാത്രിയാകുമ്പോഴേക്കും അതെല്ലാം തീർന്നുപോകുന്നു. അവിടെ സമ്പാദ്യമില്ല, തിരിച്ചുവരവില്ല, മാപ്പുമില്ല. ഇനി പറയൂ, ആ 86,400 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ മറുപടി എനിക്കറിയില്ല എന്നാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയാണ്. നിങ്ങളുടെ മറുപടി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ഉണർത്തുവിളിയാണ്. എന്റെ പേര് നെപ്പോളിയൻ ഹിൽ എന്നാണ്. ലോകത്തിലെ ഒരു സ്കൂളും പഠിപ്പിക്കാത്ത, ഒരു ബിരുദവും നൽകാത്ത, ഒരു പുസ്തകവും പറഞ്ഞുതരാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതുവരെ. സമയത്തിന്റെ യഥാർത്ഥ വില എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചാപ്റ്റർ 1. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആ സത്യം. ലോകത്തിൽ 2 തരം ആളുകളുണ്ട്. ആദ്യത്തെ കൂട്ടർ സമയത്തെ നോക്കി നിൽക്കുന്നവർ, രണ്ടാമത്തെ കൂട്ടർ സമയത്തെ ജീവിക്കുന്നവർ. ഈ ഒരൊറ്റ വ്യത്യാസമാണ് സാധാരണക്കാരനും അസാധാരണക്കാരനും തമ്മിലുള്ള വലിയ മതിൽ. എന്റെ ജീവിതത്തിൽ 500-ലധികം വിജയികളായ മനുഷ്യരെക്കുറിച്ച് ഞാൻ പഠിച്ചു. ആൻഡ്രൂ കാർണഗി മുതൽ ഹെൻറി ഫോർഡ് വരെ, തോമസ് എഡിസൺ മുതൽ ലോകത്തിലെ വൻകിട വ്യവസായികൾ വരെ. അവരിലെല്ലാം പൊതുവായൊരു കാര്യം ഞാൻ കണ്ടെത്തി: അവർ തങ്ങളുടെ സമയത്തിന്റെ യജമാനന്മാരായിരുന്നു, സമയത്തിന്റെ അടിമകളായിരുന്നില്ല. ഒരു സാധാരണക്കാരൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം അവനെ ഒഴുക്കിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഒരു വിജയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ ആ ദിവസത്തെ തന്റെ വഴിക്ക് ഒഴുക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? ഒരാൾ പ്രതികരിക്കുന്നു, മറ്റൊരാൾ സൃഷ്ടിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനിച്ചത് ഒരു ക്രിയേറ്ററാകാനാണ്, റിയാക്ടറാകാനല്ല. ഞാൻ തോമസ് എഡിസണെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം ദിവസത്തിൽ 16 മുതൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതായി കണ്ടു. പക്ഷേ അദ്ദേഹത്തിൽ ഒട്ടും തളർച്ചയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഓരോ മണിക്കൂറും ഒരു വിത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ വിത്ത് ശരിയായ മണ്ണിൽ പാകിയാൽ ഒരു ദിവസം ലോകം മുഴുവൻ അതിന്റെ തണലിൽ വന്നിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എഡിസൺ ഒരിക്കൽ പറഞ്ഞു, ജീനിയസ് എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. അതായത് ആശയം ആർക്കുമുണ്ടാകാം, എന്നാൽ ആ ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ സമയം വേണം. നിരന്തരമായ സമയം, ബോധപൂർവമായ സമയം, സമർപ്പിത സമയം. ആ സമയം നിങ്ങളുടെ പക്കലുണ്ട്. എല്ലാ ദിവസവും ഓരോ രാവിലെയുമെന്നോണം യാതൊരു വിവേചനവുമില്ലാതെ പണക്കാരനും 24 മണിക്കൂർ, പാവപ്പെട്ടവനും 24 മണിക്കൂർ, എഡിസണും 24 മണിക്കൂർ, എഡിസണും 24 മണിക്കൂർ, നിങ്ങൾക്കും 24 മണിക്കൂർ. അപ്പോൾ പിന്നെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? വ്യത്യാസം വരുന്നത് നിങ്ങളുടെ ലക്ഷ്യബോധത്തിലാണ്. ചാപ്റ്റർ 2. ലക്ഷ്യത്തിന്റെ വ്യക്തത. എന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ഞാൻ വിവരിച്ച ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വം ഡെഫിനിറ്റ്നെസ് ഓഫ് പർപ്പസ് അഥവാ ലക്ഷ്യത്തിന്റെ വ്യക്തതയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തതയുണ്ടോ? നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാമോ? നിങ്ങൾക്ക് എന്തിനാണ് അവിടെ പോകേണ്ടതെന്നറിയാമോ? എപ്പോഴേക്കും അവിടെ എത്തിച്ചേരണമെന്ന് നിശ്ചയമുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ എത്ര സമയമുണ്ടായാലും അത് വ്യർത്ഥമാണ്. ജീവിതത്തിൽ ഞാനൊരു കാര്യം പഠിച്ചു. ഒരു ലക്ഷ്യം എന്നത് സമയപരിധിയുള്ള ഒരു സ്വപ്നമാണ്. സ്വപ്നം മനസ്സിൽ മാത്രം ഒതുങ്ങുമ്പോൾ അതൊരു മിഥ്യ മാത്രമാണ്. എന്നാൽ ആ സ്വപ്നത്തിന് ഒരു തീയതിയും സമയപരിധിയും ലഭിക്കുമ്പോൾ അത് ഒരു ദിശ കൈവരിക്കുന്നു. ദിശ ലഭിക്കുന്നതോടെ സമയത്തിന് അർത്ഥമുണ്ടാകുന്നു. ഇന്ന് എത്രയോ ആളുകളാണ് മറ്റൊരാളുടെ സ്വപ്നത്തിനു വേണ്ടി ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നത്. എന്നാൽ സ്വന്തം സ്വപ്നത്തിനു വേണ്ടി 1 മണിക്കൂർ പോലും മാറ്റിവെക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് പറയും സമയമില്ല എന്ന്. ഇല്ല, സമയമില്ലാത്തതല്ല, മുൻഗണനകൾ ഇല്ലാത്തതാണ് പ്രശ്നം. ഈ യാഥാർത്ഥ്യം നിങ്ങളെന്ന് അംഗീകരിക്കുന്നുവോ, അന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ മാറ്റം ആരംഭിക്കും. നിങ്ങൾ ഈ ചിന്തയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് ഒരു പുതിയ ദിശയിലേക്ക് ട്യൂൺ ചെയ്യാൻ തുടങ്ങും. ചാപ്റ്റർ 3. എല്ലാവരും വരുത്തുന്ന ആ തെറ്റ് ബിസിയായിരിക്കുക. ഇന്നത്തെ ലോകത്ത് പടർന്നുപിടിക്കുന്ന ഒരു വലിയ രോഗമുണ്ട്. അതിന്റെ പേരാണ് ബിസിനസ്. ആളുകൾ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന്. തിരക്കിലായിരിക്കുന്നത് വിജയത്തിന്റെ ലക്ഷണമാണെന്നാണ് അവരുടെ വിചാരണ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ബിസി ആയിരിക്കുന്നതും ഇഫക്റ്റീവായിരിക്കുന്നതും തികച്ചും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ ഓടി നടക്കുന്നു, തളർന്നുപോകുന്നു, വിഷമിക്കുന്നു. രാത്രി കിടക്കയിലേക്ക് വീഴുമ്പോൾ അവൻ സ്വയം ചോദിക്കുന്നു, ഇന്ന് ഞാൻ എന്തു നേടി? മറുപടി ഒന്നുമില്ല എന്നായിരിക്കും. ഇതൊരു ട്രെഡ്മിൽ പോലെയാണ്. ഒരുപാട് അധ്വാനം, ഒരുപാട് വിയർപ്പ്, കടുത്ത തളർച്ച, പക്ഷേ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പ്രവൃത്തിയാണ് ബുദ്ധിശക്തിയുടെ യഥാർത്ഥ അളവുകോൽ. എന്നാൽ ആ പ്രവൃത്തിക്ക് ഒരു കൃത്യമായ ദിശയുണ്ടാകുമ്പോൾ മാത്രമേ അത് പ്രയോജനപ്പെടൂ. ദിശയില്ലാത്ത പ്രവൃത്തി വെറും തളർച്ച മാത്രമേ തരൂ, വിജയമല്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യുക.
ഏതൊരു ജോലിക്ക് മുൻപും നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക: ഈ ജോലി എന്നെ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും നൽകി അത് ചെയ്യുക. ഇല്ലെങ്കിൽ അത് എത്ര അടിയന്തിരമായി തോന്നിയാലും ശരി, അത് ഉപേക്ഷിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക. ഇതാണ് ഇഫക്റ്റീവായവരും വെറും ബിസി ആയവരും തമ്മിലുള്ള വ്യത്യാസം. ചാപ്റ്റർ 4: പണക്കാർക്കറിയാവുന്ന പാരറ്റോയുടെ രഹസ്യം. നിങ്ങൾ എപ്പോഴെങ്കിലും 80/20 നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ നിയമം പറയുന്നത് നിങ്ങളുടെ 80% വിജയവും വരുന്നത് നിങ്ങളുടെ വെറും 20% പ്രവൃത്തികളിൽ നിന്നാണ് എന്നാണ്. ബാക്കിയുള്ള 80% പ്രവൃത്തികളും നിങ്ങളെ വെറുതെ തിരക്കിലാക്കി നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ആൻഡ്രൂ കാർണഗിയെയും ഹെൻറി ഫോർഡിനെയും നിരീക്ഷിച്ചപ്പോൾ അവർ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്ന് ഞാൻ കണ്ടെത്തി. എന്നാൽ അവർ ചെയ്ത കാര്യങ്ങൾ കൃത്യതയുള്ളതായിരുന്നു. കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പോന്ന ആ 20% ജോലികൾ ഏതാണെന്ന് അവർക്കറിയാമായിരുന്നു. അവർ തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ആ ജോലികളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ആ 20% പ്രവൃത്തികൾ ഏവയാണ്? ഒരുപക്ഷെ അത് 1 മണിക്കൂർ നീളുന്ന പഠനമായിരിക്കാം, ദിവസവുമുള്ള ഒരു സ്കിൽ പ്രാക്ടീസ് ആയിരിക്കാം, ആരോഗ്യകാര്യത്തിലുള്ള ശ്രദ്ധയായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബന്ധങ്ങൾക്ക് സമയം നൽകുന്നതായിരിക്കാം. അത് എന്തുതന്നെയായാലും അതിനെ തിരിച്ചറിഞ്ഞ് മുൻഗണന നൽകുക. എന്റെ പഠിപ്പിക്കലുകളുടെ സാരം ഇതാണ്: ശ്രമങ്ങളുടെ ഏകാഗ്രതയാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകാൻ അനുവദിക്കരുത്. തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളിൽ മാത്രം നിരന്തരമായി ആഴത്തിൽ പ്രവർത്തിക്കുക. ഇതാണ് പണക്കാരനെയും പാവപ്പെട്ടവനെയും വേർതിരിക്കുന്ന രഹസ്യം. ഓർമ്മിക്കപ്പെടുന്നവരും വിസ്മരിക്കപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ്. ചാപ്റ്റർ 5: ടൈം ഓഡിറ്റ്. ഒരിക്കലും നുണ പറയാത്ത കണ്ണാടി. ഞാൻ നിങ്ങളോടൊരു പരീക്ഷണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 1 വാരം മാത്രം ഓരോ മണിക്കൂറും നിങ്ങൾ എവിടെയാണ് ചിലവഴിച്ചതെന്ന് ഒരു പേപ്പറിൽ എഴുതിവെക്കുക. വെറും ഒരാഴ്ച. അതിനുശേഷം ആ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഞെട്ടലുണ്ടാകും. കാരണം നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊരിക്കൽ ഒരു സാധാരണ കണക്കുകൂട്ടി നോക്കി. ഒരാൾ ദിവസവും വെറും 2 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചിലവഴിച്ചാൽ 1 വർഷത്തിൽ അയാൾ 730 മണിക്കൂറുകൾ, അതായത് 30ലധികം ദിവസങ്ങൾ വെറും സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യാൻ മാത്രമായി കളയുന്നു. ഒരു മുഴുവൻ മാസം അതേ 30 ദിവസങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്കിൽ പഠിക്കാനോ, പുതിയൊരു ഭാഷ പഠിക്കാനോ, ഒരു ബിസിനസ് ഐഡിയ വികസിപ്പിക്കാനോ, ആരോഗ്യം മെച്ചപ്പെടുത്താനോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം എവിടെയെത്തുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് ടൈം ഓഡിറ്റ്, ഇതാണ് അവബോധം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് നിയന്ത്രിക്കും. ഇന്നത്തെ കാലത്ത് ആ മറ്റാരെങ്കിലും എന്നത് ഒരു ആപ്പോ, ഒരു നോട്ടിഫിക്കേഷനോ, അല്ലെങ്കിൽ ഒരു വെബ് സീരീസോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിന്റെ കണക്ക് സൂക്ഷിക്കുക. ഓരോ രൂപയുടെയും കണക്ക് സൂക്ഷിക്കാറില്ലേ? അതുപോലെ ഓരോ മിനിറ്റിന്റെയും കണക്ക് സൂക്ഷിക്കുക. കാരണം മിനിറ്റുകൾ രൂപയേക്കാൾ വിലപ്പെട്ടതാണ്. പണം വീണ്ടും സമ്പാദിക്കാം, പക്ഷേ കടന്നുപോയ മിനിറ്റുകൾ ഒരിക്കലും തിരിച്ചുവരില്ല. ഇവിടെയുള്ള ഓരോ വാക്കുകളും നിങ്ങളുടെ ഉള്ളിലെ വിജയിയെ ഉണർത്താൻ പോന്നതാണ്. ചാപ്റ്റർ 6: ടൈം ബ്ലോക്കിംഗ്. ദിവസത്തെ നിങ്ങളുടേതാക്കി മാറ്റുന്ന കല. നിങ്ങളുടെ ദിവസത്തെ യഥാർത്ഥത്തിൽ നിങ്ങളുടേതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ടൈം ബ്ലോക്കിംഗ് എന്ന് വിളിക്കുന്നു. അതായത് നിങ്ങളുടെ ദിവസത്തെ വ്യത്യസ്ത ഭാഗങ്ങളായി തിരിക്കുക. പക്ഷേ ഇതൊരു വെറും ഷെഡ്യൂൾ പോലെയല്ല, മറിച്ച് നിങ്ങളുടെ എനർജി സോണുകൾ പോലെയാണ്. അത് എങ്ങനെയെന്ന് കേൾക്കൂ. രാവിലത്തെ ആദ്യ ഭാഗം ഡീപ് വർക്ക് സോൺ. ഈ സമയത്ത് ഫോണില്ല, നോട്ടിഫിക്കേഷനുകളില്ല, സോഷ്യൽ മീഡിയയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ആ ഒരു ജോലി മാത്രം ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ഏറ്റവും തെളിമയുള്ളതും വേഗതയേറിയതുമായ സമയമാണിത്. ഇത് ദയവായി പാഴാക്കരുത്. ഉച്ചയ്ക്കുള്ള ഭാഗം റൂട്ടീൻ ജോലികളും മീറ്റിംഗുകളും, ആവശ്യമായ എന്നാൽ അധികം ക്രിയേറ്റീവ് ചിന്ത ആവശ്യമില്ലാത്ത ജോലികൾ ഇവിടെ ചെയ്യുക. ഇമെയിലുകൾ, കോളുകൾ, മീറ്റിംഗുകൾ, ഓഫീസ് കാര്യങ്ങൾ എന്നിവ ഈ സമയത്ത് ചെയ്യാം. വൈകുന്നേരത്തെ ഭാഗം പഠനവും വളർച്ചയും. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ സ്കില്ലുകൾ പഠിക്കുക, വ്യായാമം ചെയ്യുക, കുടുംബത്തിന് സമയം നൽകുക. രാത്രിയിലെ അവസാന ഭാഗം ആത്മപരിശോധനയും വിശ്രമവും. സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. 1. ഇന്ന് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന എന്താണ് ചെയ്തത്? 2. ഇന്ന് ഞാൻ എവിടെയാണ് സമയം കളഞ്ഞത്? 3. നാളത്തെ ദിവസം എനിക്ക് എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം? അതിനുശേഷം നന്നായി ഉറങ്ങുക. കാരണം ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അച്ചടക്കം എന്നത് നിയന്ത്രണമല്ല, അത് സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ദിവസത്തിന് ഒരു ഘടനയുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയില്ല. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് നിങ്ങൾ ഓരോ തവണയും ആലോചിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മനസ്സിന് കൃത്യമായി അറിയാം എന്തു ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന്. മനസ്സിന് അതറിയുമ്പോൾ അത് സ്വതന്ത്രവും സർഗാത്മകവും ശാന്തവുമായിരിക്കും. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചാപ്റ്റർ 7: ഡിസ്ട്രാക്ഷൻ. ഇന്നത്തെ ഏറ്റവും വലിയ രോഗം. നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. നിങ്ങളത് നോക്കാറില്ലേ? ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക്, അതിൽ നിന്ന് മൂന്നാമത്തേതിലേക്ക് നോക്കി നിൽക്കെ 20 മിനിറ്റ് കടന്നുപോകുന്നു.
വീണ്ടും ജോലിയിലേക്ക് തിരികെ വരുമ്പോഴേക്കും നിങ്ങളുടെ ആ ഫോക്കസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇതിനെ അറ്റൻഷൻ ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കാലത്തെ സമയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണിത്. ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, ഓരോ 5 മിനിറ്റിലും നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വളരാൻ കഴിയില്ല. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് സമയവും പോകുന്നത്. സമയം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതവും പോകുന്നത്. അതുകൊണ്ട് ഒരു സൈനികൻ കോട്ടവാതിലിൽ കാവൽ കാക്കുന്നതുപോലെ നിങ്ങളുടെ ശ്രദ്ധയെ കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ ഡീപ് വർക്ക് സമയങ്ങളിൽ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക, നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കുക. ഒരൊറ്റ ജോലി, ഒരൊറ്റ ഫോക്കസ്, ഒരൊറ്റ ദിശ. ഈ ഒരു രീതിയിലൂടെയാണ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത്. ഈ രീതിയിലൂടെയാണ് ഫോർഡ് അസംബ്ലി ലൈൻ വിപ്ലവം സൃഷ്ടിച്ചത്. ഈ രീതിയിലൂടെയാണ് കാർണഗി ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഈ രീതിയിലൂടെ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയുക. ചാപ്റ്റർ 8 സമയവും ആത്മനിയന്ത്രണവും ക്യാരക്ടർ ബിൽഡിംഗ്. മറ്റൊരു കാര്യം, പലരും കരുതുന്നത് ടൈം മാനേജ്മെന്റ് എന്നത് ഒരു സ്കില്ലോ തന്ത്രമോ ടെക്നിക്കോ ആണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊരു സ്വഭാവമാണ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വിലമതിക്കുമ്പോൾ മറ്റുള്ളവരുടെ സമയത്തെയും നിങ്ങൾ ബഹുമാനിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ അച്ചടക്കം ജനിക്കുന്നു. ഈ അച്ചടക്കമാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ഥിരത, ഏകാഗ്രത, ആത്മശിക്ഷണം എന്നിവയാണ് നേട്ടങ്ങളുടെ 3 തൂണുകൾ. ഈ 3 തൂണുകൾ ശക്തമാണെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഉലയ്ക്കാനാകില്ല. നെപ്പോളിയൻ ഹില്ലിന്റെ റൂട്ടീൻ ഇതായിരുന്നു: രാവിലെ എഴുത്ത്, ഉച്ചയ്ക്ക് പഠനം, വൈകുന്നേരം ചിന്ത. എനിക്ക് നിയന്ത്രണങ്ങൾ ഇഷ്ടമായതുകൊണ്ടല്ല ഞാൻ ഈ റൂട്ടീൻ ഉണ്ടാക്കിയത്, മറിച്ച് എനിക്ക് സ്വാതന്ത്ര്യം ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങളുടെ ദിവസം ക്രമീകരിക്കപ്പെടുമ്പോൾ ഇനി എന്തു ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ മനസ്സ് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ തളർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ ചിലവാകുന്ന ആ ഊർജം പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ഇതാണ് അച്ചടക്കമുള്ള മനസ്സ്. അച്ചടക്കമുള്ള മനസ്സിൽ നിന്നാണ് അച്ചടക്കമുള്ള ജീവിതം ഉണ്ടാകുന്നത്. ചാപ്റ്റർ 9 കൃതജ്ഞത സമയത്തെ പവിത്രമാക്കാനുള്ള വഴി. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. ഈ രഹസ്യം ഒരു MBA ക്ലാസ്സിലും പഠിപ്പിക്കുന്നില്ല, ഒരു പ്രൊഡക്ടിവിറ്റി കോഴ്സിലും ലഭിക്കില്ല. അതാണ് കൃതജ്ഞത. നിങ്ങൾ ഓരോ രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ ആദ്യത്തെ ചിന്ത, ഇന്ന് എനിക്ക് വീണ്ടും ഒരു പുതിയ ദിവസം ലഭിച്ചു, വീണ്ടും 86,400 സെക്കൻഡുകൾ സമ്മാനമായി കിട്ടി എന്നാണെങ്കിൽ അന്ന് നിങ്ങളുടെ ആ ദിവസം പൂർണ്ണമായി മാറും. കാരണം ഓരോ നിമിഷത്തെയും ഒരു സമ്മാനമായി കാണുന്ന ഒരു മനുഷ്യനും അത് പാഴാക്കാൻ ആഗ്രഹിക്കില്ല. എന്റെ ഗവേഷണങ്ങളിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, കൃതജ്ഞതയോടെ ജീവിക്കുന്ന ആളുകൾ കൂടുതൽ ഫോക്കസ് ഉള്ളവരും ക്രിയേറ്റീവും പ്രൊഡക്റ്റീവുമായിരിക്കും. കാരണം അവരുടെ മനസ്സ് കുറവുകളെക്കുറിച്ചല്ല, മറിച്ച് സമൃദ്ധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്ക് സമയമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് പരിഭ്രാന്തരാകുന്നു. എന്നാൽ എനിക്ക് ഇന്നത്തെ ഒരു മുഴുവൻ ദിവസമുണ്ട്, ഞാനിത് നന്നായി ജീവിച്ചു തീർക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തവും കേന്ദ്രീകൃതവുമാകുന്നു. ഇത് വെറും വാക്കുകളുടെ വ്യത്യാസമല്ല, വൈബ്രേഷന്റെ വ്യത്യാസമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനസ്സിനെ എന്താണോ വിഭാവനം ചെയ്യാനും വിശ്വസിക്കാനും കഴിയുന്നത് അത് നേടിയെടുക്കാനും കഴിയും. എന്നാൽ മനസ്സ് പോസിറ്റീവ് അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമേ അതിന് വിഭാവനം ചെയ്യാനും വിശ്വസിക്കാനും കഴിയൂ. ആ പോസിറ്റീവ് അവസ്ഥ കൃതജ്ഞതയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ ചോദ്യം സ്വയം ചോദിക്കുക: ഇന്ന് ഞാൻ എന്റെ സമയം കൊണ്ട് എന്തു സൃഷ്ടിച്ചു? ഈയൊരു ചോദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിന് പുതിയൊരു പ്രോഗ്രാമിംഗ് നൽകും. നാളെ കൂടുതൽ മികച്ച മറുപടി നൽകാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും. ആത്മപരിശോധനയുടെ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണിത്. ഇതൊരു വെറും ചാനലല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. ചാപ്റ്റർ 10 ഇപ്പോൾ തന്നെ തുടങ്ങുക. ഏറ്റവും വലിയ മിഥ്യാധാരണ തകർക്കുക. കേൾക്കാൻ ഏറ്റവും ലളിതമെന്ന് തോന്നുമെങ്കിലും ഏറ്റവും അസാധാരണമായ ഒരു കാര്യമാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. അത്രമാത്രം. പക്ഷേ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ് വന്നതെന്ന് എനിക്കറിയാം. നാളെ മുതൽ തുടങ്ങാം, അടുത്ത മാസം മുതൽ തുടങ്ങാം, എല്ലാം ഒന്ന് സെറ്റിലായിട്ട് തുടങ്ങാം, ശരിയായ സമയം വരട്ടെ. ശരിയായ സമയം ഒരിക്കലും വരില്ല. ഞാൻ സ്വയം കാത്തിരുന്നൊരു സമയത്താണ് ഈ വരികൾ എഴുതിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിയായ സമയം വരികയല്ല, അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്, കാത്തിരിക്കരുത്, സമയം ഒരിക്കലും കൃത്യമായി വരികയില്ല. ഇതൊരു വെറും കോട്ട് മാത്രമല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു. നിങ്ങൾ ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കുമ്പോൾ അതെത്ര അപൂർണമാണെങ്കിലും, നിങ്ങൾ പൂർണ്ണമായി തയ്യാറല്ലെങ്കിലും, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു വേഗത കൈവരിക്കാൻ തുടങ്ങും. ആ വേഗത ഒരു ദിവസം നിങ്ങളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇടത്തെത്തിക്കും. ഒരു ചെറിയ തുടക്കം നിങ്ങളുടെ വലിയൊരു വ്യക്തിത്വത്തെ മാറ്റിമറിക്കും. ഞാൻ ദിവസവും 1 മണിക്കൂർ വായിക്കുമെന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ 1 വർഷത്തിനു ശേഷം പഴയ ആളായിരിക്കില്ല. അയാൾ മറ്റൊരാളായി മാറിയിട്ടുണ്ടാകും, കൂടുതൽ മികച്ചൊരാളായി. ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കുക, ഉടൻ തന്നെ അതിനായി ഇറങ്ങിപ്പുറപ്പെടുക. പ്ലാൻ ഉണ്ടാക്കൂ, ഇപ്പോൾ തന്നെ തുടങ്ങൂ.
ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കും. ചാപ്റ്റർ 11. നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസം. ഒരു ആഴമേറിയ ചോദ്യം. ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. സങ്കൽപ്പിക്കുക, നാളെ നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന്. വെറുതെ ഒന്ന് സങ്കൽപ്പിക്കൂ. എങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ദിവസം എങ്ങനെ ജീവിക്കും? നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമോ? മറ്റൊരാളുടെ സ്വപ്നത്തിനു വേണ്ടി ജോലി ചെയ്യുമോ? എപ്പോഴും ചെയ്യണമെന്നാഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുമോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും അർത്ഥവത്തായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും മറ്റുള്ളവർക്ക് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ ഓരോ ദിവസവും ഇത്ര അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കളയുന്നത്? ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതല്ല, നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഇതിന്റെ മറുപടി നിങ്ങളുടെ പക്കൽ മാത്രമാണുള്ളത്. ചാപ്റ്റർ 12. ലെഗസി. നിങ്ങൾ എന്താണ് അവശേഷിപ്പിക്കുക? എഡിസൺ, ഫോർഡ്, കാർണഗി. ഈ മനുഷ്യരിലെല്ലാം പൊതുവായി ഒരു കാര്യമുണ്ടായിരുന്നു. ഓരോ മിനിറ്റും ഒരു വിത്താണെന്ന് അവർക്കറിയാമായിരുന്നു. അത് ശരിയായ സ്ഥലത്ത് പാകിയാൽ അത് വിജയത്തിന്റെ വൃക്ഷമായി മാറും. അതിനെ അശ്രദ്ധമായി ഉപേക്ഷിച്ചാൽ അത് ചീഞ്ഞുപോകും. ഒരു വിത്ത് ചീഞ്ഞു പോകുമ്പോൾ ആ വിത്ത് മാത്രമല്ല ചീഞ്ഞു പോകുന്നത്, അതിനോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും കൂടിയാണ് ചീഞ്ഞു പോകുന്നത്. വിജയമെന്നത് ഏതെങ്കിലും ഒരു വലിയ നിമിഷത്തിൽ പെട്ടെന്നുണ്ടാകുന്നതല്ല, മറിച്ച് ഓരോ ചെറിയ നിമിഷത്തെയും ശരിയായ ദിശയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കാനാണ് ഞാൻ എന്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചത്. ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും ഓരോ മിനിറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയ ലെഗസി ബാക്കി വെക്കുന്നത് കാണാം. നിങ്ങൾ കടന്നുപോയാലും ലോകത്തിന് വെളിച്ചം നൽകുന്ന ഒരു ലെഗസി. ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ക്യാപ്റ്റൻ നിങ്ങളാണ്. ഇതെല്ലാം തുടങ്ങുന്നത് നിങ്ങളുടെ സമയത്തിൽ നിന്നാണ്. ഇന്നത്തെ ദിവസം അവസാനിക്കും, രാത്രി വരും. നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കുക: ഇന്ന് ഞാൻ എന്റെ സമയം കൊണ്ട് എന്തുണ്ടാക്കി? മറുപടി അർത്ഥവത്തായതാണെങ്കിൽ ആ ദിവസം വിജയമായിരുന്നു. മറുപടി അല്ല എന്നാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല, കാരണം നാളെ വീണ്ടും 86,400 സെക്കൻഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ഓർക്കുക, നാളെയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇന്ന് ഈ നിമിഷം ഒരു ചെറിയ ചുവട്, പക്ഷേ ശരിയായ ദിശയിൽ. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. അത് ശാന്തമായി, സ്ഥിരതയോടെ, ദയയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ അതിനൊപ്പം നടക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ പിന്നിലാക്കി മുന്നോട്ടു പോകും. തീരുമാനം എപ്പോഴും നിങ്ങളുടേതാണ്. ഞാൻ നെപ്പോളിയൻ ഹിൽ നിങ്ങളോട് പറയുന്നു, ഈ തീരുമാനം ശരിയാക്കാൻ കഴിയുന്ന വ്യക്തി നിങ്ങളാണ്. നിങ്ങളുടെ സമയത്തിന്റെ യജമാനനാകാൻ കഴിയുന്ന വ്യക്തി നിങ്ങളാണ്. സ്വന്തം വിധി സ്വയം എഴുതാൻ കഴിയുന്ന വ്യക്തി നിങ്ങളാണ്. വെറും ഒരു ചുവട്, ഇപ്പോൾ തന്നെ. ഇന്ന് നെപ്പോളിയൻ ഹില്ലിന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ചെയ്യുക. താഴെ കമന്റിൽ ഒരൊറ്റ വാക്ക് എഴുതുക ഇപ്പോൾ. ഈ വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയായിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യും, പാഴാക്കിക്കളയില്ല. നെപ്പോളിയൻ ഹില്ലിന്റെ ഈ ആഴമേറിയ അറിവുകൾ എല്ലാ ആഴ്ചയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കട്ടെ.